എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Wheel of Fortune, Page of Pentacles, Ten of Cups, Hanged Man, Knight of Pentacles, Nine of Cups. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം വളരെയധികം സന്തോഷം നിറഞ്ഞൊരു സമയമാണ്. ആദ്യം തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ എനർജി കണക്ഷൻസ് ആണ്. മാസം തുടങ്ങുമ്പോൾ തന്നെ ഗുഡ് ന്യൂസ് ലഭിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ട്. ജോലിയിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിന് സാധ്യതകൾ ഏറി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിങ്ങൾ കുറച്ചധികം നാളായിട്ട് വർക്ക് ചെയ്യുന്നു, ഇതുവരെ ആഗ്രഹിച്ച പോലെ പ്രൊമോഷനോ ഇൻക്രിമെൻറ്റോ കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ എനർജി കണക്ഷൻസ്. അപ്പോൾ ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നിങ്ങൾ ഇതിനു മുമ്പ് ശ്രമിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനൊന്നും ഫലം ലഭിച്ചില്ല എന്ന് 2025 വിഷമിച്ചിട്ടുണ്ടെങ്കിൽ 2026 ജനുവരി മാസം തുടങ്ങുമ്പോൾ തന്നെ അതിനൊക്കെയുള്ള ഫലം ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഗുഡ് ഫോർച്യൂണാണ്, ഭാഗ്യദിനം അല്ലെങ്കിൽ ഭാഗ്യമാസം. അല്ലെങ്കിൽ 2026 തുടങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ മാസം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 2026 നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ഒരു വർഷമായിരിക്കും എന്നുള്ളത്. ഫസ്റ്റ് ഗുഡ് ന്യൂസാണ്. ലൈഫിൽ പിന്നെ വളരെ നല്ലൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് കൂടി നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ജോലി ചിലപ്പോൾ അമിതമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നിരിക്കാമെങ്കിൽ ഇനി ഈ ഒരു മാസത്തിൽ പൊതുവേ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ പ്രൊമോഷൻ, ഗുഡ് ന്യൂസ് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതേപോലെ ജോലിയിൽ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. കരിയർ, ഔദ്യോഗിക ജീവിതത്തിൽ ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. ലൈഫ് നല്ല രീതിയിൽ സെറ്റിൽഡ് ആവുന്നു എന്നുള്ളത് ഒത്തിരി നിങ്ങൾക്ക് തൃപ്തി തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. ലൈഫ് പേർപ്പസ് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതും, നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് മാത്രമല്ല, ജോലിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു നിയോഗമുണ്ട് ജീവിതത്തിൽ. ഓരോ വ്യക്തിക്കും ഒരു നിയോഗമുണ്ട്. നിങ്ങളുടെ നിയോഗം എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ജോലി, കുടുംബജീവിതം, ഇതിനപ്പുറത്തേക്കുള്ള നിങ്ങളുടെ നിയോഗം നിങ്ങൾ കണ്ടെത്തുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം. ആദ്യം തന്നെ നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഇപ്പോൾ നിയോഗം കണ്ടെത്തുന്നു എന്ന് പറയാൻ മറ്റൊരു കാര്യം, നിങ്ങൾ ജോലി അല്ലാതെ മറ്റെന്തോ ഒരു പ്രവൃത്തിയിൽ, ഇപ്പോൾ ജോലി നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, കുടുംബജീവിതം, ജോലി, ഔദ്യോഗിക ജീവിതം, അതിനപ്പുറത്തേക്ക് നിങ്ങൾ കുറച്ച് ആളുകളെ കണ്ടുമുട്ടുന്നു, അവരായിട്ട് സംസാരിക്കുന്നു. നിങ്ങളുടെ സോഷ്യൽ ലൈഫിൽ അത് ആത്മീയമായിട്ടുള്ളതോ ദൈവികപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയതാവാം, നിങ്ങളുടെ സോഷ്യൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിയതാവാം. അങ്ങനെ പലരെയും സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാവാം. പക്ഷെ നിങ്ങൾക്ക് ഒരു നിയോഗമുണ്ടെന്നും അതെന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നതാണ്. അത് ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യസ്തമായതുകൊണ്ട് ഇന്നൊരു കാര്യം കൃത്യമായിട്ട് ഒരാൾക്ക് എടുത്ത് പറയാൻ പറ്റില്ല. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയമാണ്. ഇപ്പോൾ നിങ്ങൾ ഇന്നൊരു ടേണിംഗ് പോയിന്റിലാണ്, ഇപ്പോൾ 10th 12th അല്ലെങ്കിൽ ഇന്നൊരു ടേണിംഗ് പോയിന്റിൽ നിൽക്കുകയാണെങ്കിൽ അടുത്തത് എന്ത് എന്നുള്ളതിൻ്റെ നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായി അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുകയാണ് ഇനി ഞാൻ ലൈഫിൽ ഇന്നതാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഒത്തിരി തൃപ്തിയും സന്തോഷവും വരുന്നുണ്ട്. കാരണം കുറേ നാളായിട്ട് ഫൈനലി നിങ്ങളൊരു തീരുമാനം എടുത്തു എന്നുള്ളതാണ്.
അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവേ നല്ല സമയമാണ്. അക്കാഡമിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള ചർച്ചകൾ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില ചർച്ചകളോ വിദ്യാഭ്യാസ നയത്തിലുള്ള മാറ്റങ്ങളോ വിദ്യാഭ്യാസ കാര്യങ്ങളും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പല കാര്യങ്ങളിലൊക്കെ അതിൻ്റെ ഭാഗഭക്കാവാൻ നിങ്ങൾക്ക് പറ്റുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ 10 ഓഫ് കപ്സ് എനർജിയാണ്. ഫാമിലി ലൈഫ് ഒത്തിരി തൃപ്തികരമായിരിക്കും എന്നുള്ളത് മറ്റൊരു കാര്യം. പൊതുവേ ലൈഫിലൊരു ബാലൻസ് കൊണ്ടുവരുന്ന ഒരു മാസമാണ് ജനുവരി മാസം. അതിൽ നിങ്ങളുടെ ഫാമിലി ലൈഫും പെടുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. ഫാമിലിയായിട്ട് അധികം സമയം അടുത്തിടയ്ക്ക് ചിലവഴിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കുറ്റബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾ ഫാമിലിയായിട്ട് സന്തോഷമായിട്ട് സമയം ചിലവഴിക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ കുടുംബവും ഒരുമിച്ച് ചേർന്ന് പൊതുവേ രാത്രി ജോലി സംബന്ധമായിട്ട് രാത്രിയൊക്കെ വൈകി വരുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഫാമിലിയോടൊപ്പം ഡിന്നർ കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ അവസ്ഥയൊക്കെ ഉള്ളവരാണ്. നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കാൻ പറ്റുന്ന എല്ലാ ദിവസവും പറ്റുന്നത്, ഫാമിലിയോട് കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റുന്നത്, കുട്ടികളുള്ളവരാണെങ്കിൽ കുട്ടികളോടൊപ്പം സമയം ചിലവഴിക്കാൻ പറ്റുന്നതൊക്കെ ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. അതേപോലെ യാത്രകൾ സാധ്യമാകുന്നുണ്ട്. കുറച്ചധികം നാളായിട്ട് നിങ്ങൾ ഒരു യാത്ര പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ഇന്ന പള്ളിയിലോ ഇന്ന ക്ഷേത്രത്തിലോ പോകണമെന്ന് ഫാമിലിയായിട്ട് ഒരുമിച്ച് പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവരൊക്കെ ചേർന്ന് ഒരുമിച്ച് എന്തോ വഴിപാടുകൾ കാര്യങ്ങളൊക്കെ മുടങ്ങിപ്പോയിട്ടുള്ളത് നിങ്ങളത് ചെയ്ത് തീർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ മൊത്തത്തിലൊരു സന്തോഷമാണ്. അപ്പോൾ ആ സന്തോഷമുള്ള സമയത്ത് നിങ്ങൾ ദൈവത്തെയും നന്ദി പറയാനും മറക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ഒക്കെ പോയി വരുന്നുണ്ട്. അതേപോലെ അല്ലാതെയും ട്രാവല് ചില ആരുടെയൊക്കെ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ വളരെ മാനസികമായിട്ട് അടുപ്പമുള്ള വ്യക്തികളുടെ എന്തെങ്കിലും വിവാഹമോ അതുപോലുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തി യാത്രകളാവാം. ഫാമിലിയോടൊപ്പം ജസ്റ്റ് ഒരു പിക്നിക്കോ അതുപോലെയുള്ള യാത്രകളും ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സന്തോഷങ്ങൾ നിറഞ്ഞ മുഹൂർത്തം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു മാസം കാണുന്നുണ്ട്. ഹാങ്ഡ് മാൻ എനർജിയാണ്. ഇതൊരു നെഗറ്റീവ് സിറ്റുവേഷൻ അല്ല, സ്റ്റക്ക് സിറ്റുവേഷൻ അല്ല, മറിച്ച് ഓടി നടന്ന് പണിയെടുത്തുകൊണ്ടിരുന്ന നിങ്ങൾ ഇപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആവുകയാണ്, ഒന്ന് റെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ റിലാക്സ്ഡ് ആവുന്നു എന്നുള്ളതും നിങ്ങൾക്ക് തൃപ്തി തരുന്ന കാര്യമാണ്. അപ്പോൾ ചില ആളുകൾ നിങ്ങളുടെ പാഷൻ വീണ്ടും പൊടി തട്ടിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട്, അപ്പോൾ അതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാഷനുണ്ട്. ഇപ്പോൾ ചിത്രരചനയോ നൃത്തം ചെയ്യുന്നോ പാട്ട് പാടുന്നോ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള എന്തോ ഒരു പാഷൻ നിങ്ങൾക്കുണ്ട്. ആ ഒരു പാഷൻ നിങ്ങൾ പൊടി തട്ടിയെടുക്കുകയും വീണ്ടും അതിൽ താല്പര്യം ഇപ്പോൾ ലൈഫ് ഒരു മോണോട്ടോണസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതിൽ നിന്ന് മാറി ജീവിതത്തിൻ്റെ തൃപ്തിയും സന്തോഷമൊക്കെ കണ്ടെത്തി ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചില പ്രത്യേക വ്യക്തികളെ നിങ്ങൾക്കറിയാം, അവർ നിങ്ങളെ പുറകിൽ നിന്ന് പുറകിൽ നിന്ന് കുത്തുന്ന രീതിയിലുള്ള സ്വഭാവമാണെന്ന് അറിഞ്ഞിട്ടും കൂടെ കൊണ്ടു നടന്നിരുന്നതാണ് ബന്ധങ്ങൾ കളയണ്ടെന്ന് വിചാരിച്ച് അങ്ങനെയുള്ള ആളുകളെ കൂടെ കൊണ്ടു നടക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നൊരു സമയം എന്നും പറയാം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. സാമ്പത്തിക കാര്യങ്ങൾ ഒത്തിരി ഉന്നമനം ഉണ്ടാകുന്ന ഒരു മാസമാണ്. സാമ്പത്തികമായിട്ട് ഉന്നമനം ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ ചില ആളുകൾ ഒരു സിറ്റുവേഷൻ കൂടുതൽ പൈസ കയ്യിൽ വരുമ്പോൾ അതെന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് അറിയുന്നുണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ പരിചിതമായിട്ടുള്ള ഇടത്ത് അല്ലെങ്കിൽ ഒരു റെപ്യൂട്ടേഷനുള്ള കമ്പനിയോ അതുപോലെയുള്ള സിറ്റുവേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ചില വ്യക്തികൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ടു ഗുഡ് ടു ബി ട്രൂ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത് സത്യമാകാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം അത് അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ഒഴിവാക്കുക. ഒരു പരിധി അത്യാഗ്രഹത്തിൽ പോവാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, 9 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ആഗ്രഹ സബലീകരണത്തിൻ്റെ ഒരു മാസം കൂടിയിട്ടാണെന്ന് പറയാം. പ്രഗ്നൻസി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ ആഘോഷങ്ങൾ സന്തോഷങ്ങൾ ഫാമിലിയിൽ കാണിക്കുന്നുണ്ട്. ആരുടെ ഒരു വിവാഹം കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തി ഫാമിലി മെമ്പർ ആകാം, അത്രയും അടുപ്പമുള്ളൊരു സുഹൃത്തുമാവാം. അപ്പോൾ ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് ചെറിയ കുട്ടികൾ അവരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തോ ഒരു സന്തോഷം കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ എന്തെങ്കിലും ബർത്ത്ഡേ കാര്യങ്ങളോ ആയിരിക്കാം. അതല്ലെങ്കിൽ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം
സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തോ ഒരു അവർക്ക് എന്തോ അവാർഡോ അച്ചീവ്മെൻറ്റോ കാര്യങ്ങൾ എന്തൊക്കെയോ ലഭിക്കുന്നുണ്ട്. പഠനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ഇത് സ്പോർട്സ് രംഗത്താണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷവും സന്തോഷവും ഒക്കെ കാണിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. പ്രായമായിട്ടുള്ളവർ, വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ച്, റിട്ടയർ ആയവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഒത്തിരി തിരക്കുകളാണ്. അപ്പോൾ ഒത്തിരി ജീവിതം ആഘോഷിക്കാൻ, മറ്റുള്ളവരോടൊപ്പം സമയം ചിലവഴിക്കാൻ, ഒറ്റപ്പെടൽ നിന്ന് മാറി ഒരുമിച്ച് എല്ലാവരുടെയും കൂടെ ഇരിക്കാൻ ഒത്തിരി സമയം കിട്ടുന്നു എന്നുള്ളതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.